നമസ്കാരം, വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റ് കേരളീയം, അതിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള ജീവിതത്തിന്റെ ഉപ്പാണ് പഠിക്കാനായി പോകുന്നത്. പറയിപെറ്റ പന്തിരുകുലത്തിലെ 2 കഥാപാത്രങ്ങളായിട്ടുള്ള ഉപ്പുകൊറ്റനും അഗ്നിഹോത്രിയും എല്ലാം തന്നെ കടന്നു വരുന്ന ജീവിതത്തിന്റെ പല മൂല്യങ്ങളെ പറ്റിയും എല്ലാവരും തുല്യരാണെന്നും ജാതി മത ചിന്തകൾക്ക് അതിലും വലുതായിട്ട് മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്നുള്ള ഒരു തിരിച്ചറിവ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ജീവിതത്തിന്റെ ഉപ്പ്. ഒരുപാട് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈ ഒരു പാഠഭാഗത്തില്. അപ്പോൾ അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എക്സാം പോയിന്റിന്റെ ഗൈഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അതിനകത്ത് ലഭ്യമാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കറക്റ്റ് കടന്നാലോ? പാഠഭാഗത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, ജീവിതത്തിന്റെ ഉപ്പ്. പറയിപെറ്റ പന്തിരുകുലം എന്ന് ഞാനിപ്പോ പറഞ്ഞു. എന്താണ് പറയിപെറ്റ പന്തിരുകുലം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വരുന്ന ഒരു കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു കഥയാണ് പറയിപെറ്റ പന്തിരുകുലം എന്ന് പറയുന്നത്. പറയിപെറ്റ പന്തിരുകുലം എന്ന് പറയുമ്പോൾ ഐതിഹ്യപ്രകാരം വിക്രമാദിത്യ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന് പറഞ്ഞ ബ്രാഹ്മണന് പഞ്ചമി എന്ന് പറഞ്ഞാൽ പറയ പെൺകുടിയിലുണ്ടായ മക്കളാണ് പറയിപെറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നത്. 12 മക്കളാണുള്ളത്. വി മധുസൂദനൻ നായർ എന്ന് പറഞ്ഞൊരു കവി നാറാണത്തു ഭ്രാന്തൻ എന്ന് പറഞ്ഞൊരു കവിതയെല്ലാം എഴുതിയിട്ടുണ്ട്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണോ ഭ്രാന്തൻ എന്ന് തുടങ്ങുന്ന ഒരു കവിത. നാറാണത്തു ഭ്രാന്തൻ ഒരു മകനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയിട്ടാണ് ആ ഒരു കവിതയിൽ പരാമർശിക്കുന്നത്. ബാക്കി 11 മക്കളെ പറ്റിയിട്ടും അതിനകത്ത് പറഞ്ഞു പോരുന്നുണ്ട്. സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയ 12 കുട്ടികളും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും അതുപോലെ തന്നെ ദൈവജ്ഞരുമായിരുന്നു എന്നാണ് ഐതിഹ്യ കഥ പറയുന്നത്. എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു ഐതിഹ്യ കഥ പറയുന്നത്. മാതാവ് പഞ്ചമി, പിതാവ് വരരുചി, മക്കൾ 12 പേർ. മേഴത്തോൾ അഗ്നിഹോത്രി, പാക്കനാർ, രചകൻ, കാരക്കലമ്മ, അകവൂർ ചാത്തൻ, വടുതല നായർ, വള്ളോൻ, ഉപ്പുകൊറ്റൻ, പാണനാർ, ഉളിയന്നൂർ, പെരുന്തച്ചൻ, വായിലാക്കുന്നിലപ്പൻ, അതുപോലെ തന്നെ നാറാണത്ത് ഭ്രാന്തൻ. ഇത്രയും പേരാണ് 12 മക്കൾ. അതിലിവിടെ ഉപ്പുകൊറ്റനും അഗ്നിഹോത്രിയുമാണ് ഈ ഒരു കഥയിലൂടെ കടന്നു വരുന്നത്. എന്താണ് ഇതിന്റെ സന്ദേശം നൽകുന്നത്? എല്ലാവരും തുല്യരാണ്. ലോകത്തുള്ള എല്ലാ അമ്മമാരും അതുപോലെ തന്നെ എല്ലാ പിതാക്കന്മാരും എല്ലാവരും തന്നെ തുല്യരാണെന്നുള്ള ഒരു സന്ദേശം. ഏത് ജാതിയിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഈശ്വരന്റെ മക്കളാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. പാഠഭാഗത്തിലേക്ക് കടന്നാലോ? ശ്രദ്ധിച്ചിരിക്കുക. ജീവിതത്തിന്റെ ഉപ്പ്. ഉപ്പേ, ഉപ്പുപ്പേ, ഉപ്പ്. ഉപ്പുകൊറ്റൻ വിളിച്ചു ചോദിക്കുകയാണ്, ഉപ്പ് വേണോ? ഇടവഴി താണ്ടി നടവഴി താണ്ടി ഉപ്പുകൊറ്റൻ വിളിച്ചു ചോദിക്കുകയാണ്, ഉപ്പ് വേണോ? അപ്പോ ഉപ്പ് വിൽക്കുന്ന ഒരാൾ ആരാണത്? ഉപ്പുകൊറ്റൻ. ഉപ്പുകൊറ്റൻ ഇങ്ങനെ വഴിയോരങ്ങളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പല പാതകൾ താണ്ടിക്കൊണ്ട് ഉപ്പ് വേണോ, ഉപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ് വിറ്റാണ് ഉപ്പുകൊറ്റൻ ജീവിച്ചത്. ആവശ്യക്കാർ അവനിൽ നിന്ന് ഉപ്പ് വാങ്ങും. ഉപ്പാണ് അവന്റെ അന്നം. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉപ്പ് കഴിച്ച് ജീവിക്കുന്നു എന്നല്ല. ഉപ്പ് വിറ്റാണ് അദ്ദേഹം തന്റെ നിത്യ ചെലവിനുള്ള അന്നം കണ്ടെത്തിയിരുന്നത്. നടന്നു വിൽക്കും. നടന്ന് എത്തിയിടത്ത് കിടന്നുറങ്ങും. ഓരോ നാട്ടിലൂടെ ഇങ്ങനെ നടക്കും. നടന്ന് ഓരോ സ്ഥലങ്ങളിൽ വിൽക്കും. എവിടെയാണോ രാത്രിയാകുന്നത് അവിടെ അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ ഇരിക്കെ കൊറ്റൻ മേഴത്തൂരെത്തി. എവിടെയാണ് എത്തുന്നത് കൊറ്റൻ? ഉപ്പുകൊറ്റൻ മേഴത്തൂരെത്തുന്നു. ഇല്ലത്തിന്റെ പടികൾ കയറി ഉമ്മറ മുറ്റത്തെത്തി. അങ്ങനെ മേഴത്തൂരെത്തിക്കൊണ്ട് ഇല്ലത്തിന്റെ പടികൾ കടന്ന് വീടിന്റെ ഉമ്മറത്ത്, ഉമ്മറം എന്ന് പറഞ്ഞാൽ വീടിന്റെ മുൻവശത്തെത്തുന്നു. നടയിലെ കല്ലിലിരുന്നു. ഉപ്പ് വേണോ എന്ന് ചോദിക്കാൻ ഒരുങ്ങും മുമ്പ് തന്നെ പൂമുഖത്ത് നിന്ന് ഒരാൾ വന്നു നിൽക്കുന്നു. പൂമുഖം എന്ന് പറഞ്ഞാൽ വീടിന്റെ മുൻവശം. വീടിന്റെ മുൻവശത്തേക്ക് ഉപ്പ് ചോദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു.
ചൈതന്യം തുടിക്കുന്ന മുഖം, വല്ലാത്തൊരു ഐശ്വര്യമുള്ള മുഖം, ശരീരത്തിന് കുറുകെ പൂണൂൽ, ഒരു ബ്രാഹ്മണനാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാകുന്നു. പൂണൂൽ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ആ ഒരു നൂലാണ്, ഒരു ചരട് അവര് ധരിക്കും. അത് അവരുടെ ഒരു കഷ്ടമാണ്, ആ ഒരു വിശ്വാസത്തിന്റെ പ്രകാരമാണ് ആ ഒരു നൂല് ധരിക്കുന്നത്. അതുപോലെ കുടുമ എന്ന് പറഞ്ഞാൽ തലയുടെ പിൻഭാഗത്ത് മാത്രം കുറച്ച് മുടി നിർത്തും, ബാക്കി എല്ലാം തന്നെ വടിച്ചു കളയും. നീളത്തിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കസവുമുണ്ട് ഉടുത്തിരിക്കുന്നു, കസവിന്റെ മേൽമുണ്ടും. വേഷം എന്താണ്? ഒരു കസവുമുണ്ട് ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കസവിന്റെ ഒരു മേൽമുണ്ടും ധരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥാപാത്രത്തെ ഒന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ രൂപം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ചൈതന്യം തുടിക്കുന്ന മുഖമാണ്, ശരീരത്തിന് കുറുകെ പൂണൂലുണ്ട്, അതുപോലെ കുടുമ അദ്ദേഹത്തിന്റെ തലയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. കസവുമുണ്ട്, അതുപോലെ തന്നെ കസവിന്റെ മേൽമുണ്ടുമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. എവിടെയോ കണ്ടതുപോലെ ഉപ്പുകൊറ്റന്റെ മനസ്സ് എന്തോ പരതി. ആ ഒരു മനുഷ്യൻ, ചൈതന്യം തുടിക്കുന്ന ആ ഒരു മുഖം ഇങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് എവിടെയോ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഉപ്പുകൊറ്റൻ ഇങ്ങനെ ചിന്തിച്ചു. ആരാ? വീട്ടുകാരന്റെ ചോദ്യം ഉപ്പുകൊറ്റനെ ചിന്തയിൽ നിന്നുണർത്തി. പെട്ടെന്ന് തന്നെ ഇത് ആരാ എന്ന് വീട്ടുകാരൻ ചോദിച്ചപ്പോ ആ ഒരു ചിന്തയിൽ നിന്ന് പെട്ടെന്ന് ഉപ്പുകൊറ്റൻ ഒന്ന് എഴുന്നേറ്റു. ഉപ്പുകൊറ്റൻ എന്ന ആളുകൾ വിളിക്കുന്നത്, ആളോള് പറയണ പേരുള്ളൂ, സ്വന്തമായി ഒരു പേരില്ലേ? പേരോ? എന്തിനാണ് പേര്? തിരിച്ചറിയാൻ ഒരു മാർഗം, ഇത്ര അല്ലേ? അപ്പൊ പറയുകയാണ്, എന്താണ് പേര് എന്ന് ചോദിക്കുമ്പോ ഉപ്പുകൊറ്റൻ എന്നാണ് എന്നെ നാട്ടുകാർ വിളിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ സ്വന്തമായിട്ട് ഒരു പേരില്ലേ എന്നാണ് തിരിച്ച് ആ ഒരു കുടുംബസ്ഥൻ ചോദിക്കുന്നത്. അതിന് പേരെന്തിനാണ്? അത് ചെറിയൊരു തിരിച്ചറിയാൻ ഒരു മാർഗം മാത്രമല്ലേ, അതിന് വലിയ കാര്യമുണ്ടോ എന്നാണ് ഉപ്പുകൊറ്റൻ ചോദിക്കുന്നത്. എന്റെ പേര് അഗ്നിഹോത്രി, അതിനും ഒരു ചേർച്ചയില്ലേ? എന്റെ പേര് എന്താ പറഞ്ഞത്? അഗ്നിഹോർത്തി. ചേർച്ചയുണ്ട്, പക്ഷെ പേരിന്റെ അല്ല, അങ്ങയുടെ പ്രവൃത്തിയുടെ, സത്കർമ്മത്തിന്റെ. പേരിന് ഒരു ചേർച്ചയുണ്ടെന്ന് പറയണു. എന്ത് കാര്യത്തില്? അഗ്നിഹോത്രി, നല്ലത് ചെയ്യുന്നവൻ. അങ്ങയുടെ സൽപ്രവൃത്തി കൊണ്ട് ആ പേര് അങ്ങേക്ക് യോജിക്കുമെന്നാണ് ഉപ്പുകൊറ്റൻ പറഞ്ഞത്. മറുപടി കേട്ട് അഗ്നിഹോത്രി വിസ്മയഭരിതനായി ഉപ്പുകൊറ്റനെ നോക്കി. വളരെയധികം അത്ഭുതമായി പോയി ഈ ഒരു കാര്യം കേട്ട സമയത്ത് അഗ്നിഹോത്രിക്ക്. കാരണം ഉപ്പുകൊറ്റൻ എന്ന് പറയുന്ന സാധാ ഉപ്പ് വിൽക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഇത്തരത്തിൽ ഭയങ്കര തത്വചിന്തയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അഗ്നിഹോത്രിക്ക് അത്ഭുതമായി. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, കറുത്ത താടി, തോളിൽ സഞ്ചി, അരികിൽ ഉപ്പുചാക്ക്. അഗ്നിഹോത്രി ആ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോ ഉപ്പുകൊറ്റന്റെ രൂപമാണ് പറയുന്നത്, മറന്നു പോകരുത്. മുഷിഞ്ഞ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്, വെളുത്ത നിറമാണ്, അതുപോലെ കറുത്ത താടി, തോളിലാണെങ്കിൽ ഒരു സഞ്ചി ഇട്ടിട്ടുണ്ട്, അരികിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിത്യ ഉപജീവന മാർഗമായിട്ടുള്ള ആ ഉപ്പിന്റെ ചാക്കും. അഗ്നിഹോത്രി ആ കണ്ണുകളിലേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, വീട് എവിടെയാ? അങ്ങ് ദൂരെ. വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ മാത്രം, ഒറ്റത്തടിയാലേ? അപ്പൊ ചോദിക്കാണ്, വീട് എവിടെയാണ്? അപ്പൊ വീട് അങ്ങ് ദൂരെയാണെന്ന് മാത്രമാണ് ഉപ്പുകൊറ്റൻ പറയുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് തുടർന്ന് ചോദിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റത്തടിയാലേ? നിങ്ങൾ ഒരാൾ മാത്രമാണ് ഉള്ളൂ അല്ലേ എന്നാണ് അഗ്നിഹോത്രി മറുപടി പറയുന്നത്. ഒരർത്ഥത്തിൽ എല്ലാ തടിയും ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നല്ലേ, ഒറ്റയ്ക്കല്ലേ എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ പങ്കുവെക്കുന്നത്. ഇത് പറഞ്ഞ് ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചു. ശരിയല്ലേ, നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒറ്റയ്ക്കാണ്, മരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. ആ ഒരു അർത്ഥമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അഗ്നിഹോത്രി ഉപ്പുകൊറ്റന്റെ കണ്ണുകളിലേക്ക് വീണ്ടും സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ മിന്നിമറിഞ്ഞു. ഈ ചിരി എവിടെ നിന്നാണ് താൻ കേട്ടത്, കണ്ടത്? നാറാണത്ത്, പാക്കനാര്. നാറാണത്തിന്റെ അതേ ചിരി, പാക്കനാരുടെ അതേ ശബ്ദം. അപ്പൊ വീണ്ടും അഗ്നിഹോർത്തിക്ക് എന്തോ ഇങ്ങനെ കണ്ടിട്ട് ഇത് പരിചയമുള്ള ആരെ പോലെയോ തോന്നി. എവിടെയോ കണ്ടു മറന്ന ശബ്ദവും രൂപവും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. തന്റെ സഹോദരനായിട്ടുള്ള നാറാണത്ത് പ്രാന്തന്റെ അതേ ചിരി തന്നെയാണ് ഈ ഒരു വ്യക്തിക്കും ഉപ്പുകൊറ്റനുമെന്ന് അഗ്നിഹോത്രിക്ക് തോന്നി. അതുപോലെ പാക്കനാരുടെ അതേ ശബ്ദമായിട്ടും തോന്നി. എന്തായിരിക്കാൻ കാരണം? ഇവരെല്ലാവരും തന്നെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം രക്തത്തെ കണ്ട സമയത്ത് അഗ്നിഹോത്രിക്ക് അത്തരത്തിലൊരു അത്ഭുതവും ചിന്തയും ഉരുവിട്ടത്. ഉപ്പുകൊറ്റന് നാറാണത്തിനെ അറിയോ? പാക്കനാരെ അറിയോ? അറിയാം, വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. അങ്ങയുടെ ശബ്ദം നാറാണത്തിൻ്റെതു തന്നെ, മുഖച്ഛായ പാക്കനാരുടേതും.
ഉപ്പുകൊറ്റന് നാറാണത്ത് ഭ്രാന്തനെയും അതുപോലെ തന്നെ പാക്കനാരെയും അറിയോ എന്നൊക്കെ അഗ്നിഹോത്രി ചോദിക്കുകയാണ്. അങ്ങേക്ക് ശരിക്കും നാറാണത്ത് ഭ്രാന്തന്റെ അതേ ഛായയും പാക്കനാരുടെ അതേ ശബ്ദം തന്നെയാണെന്നും എല്ലാം തന്നെ പറയുന്നു. അഗ്നിഹോത്രി നീട്ടിയൊന്ന് മൂളി, പിന്നെ എന്തോ ചിന്തയിലാണ്ടോ. അപ്പോഴാണ് അഗ്നിഹോത്രിയുടെ ഭാര്യാപിതാവ് മഞ്ചലിൽ വന്നിറങ്ങിയത്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഗ്നിഹോത്രിയുടെ ഭാര്യയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത്. എന്തിലാണ് വന്നത്? മഞ്ചലിൽ. ആളുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന ഒരു പഴയ ഒരു പണ്ട് കാറും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. വാഹനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ചുമന്നു കൊണ്ടുപോകുന്ന ഒരു രഥം പോലെയുള്ള ഒരു വസ്തു. തന്നെ കണ്ട് എഴുന്നേൽക്കാനോ വഴിമാറി നിന്ന് ആചാരം പറയാനോ തയ്യാറാകാത്ത ഉപ്പുകൊറ്റനെ അയാൾ രൂക്ഷമായെന്ന് നോക്കി. അതായത് ഇവിടെ ഭാര്യാപിതാവ് വരുന്ന സമയത്ത് ഉപ്പുകൊറ്റൻ ഇരുന്നിടത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു സ്ഥലത്തേക്ക് മാറുന്നില്ല, എഴുന്നേൽക്കുന്നില്ല. ഇത് കണ്ടിട്ട് അഗ്നിഹോത്രിയുടെ ഭാര്യാപിതാവിന് വല്ലാത്തൊരു ഇഷ്ടക്കേട് തോന്നി. രൂക്ഷമായിട്ട് അയാളൊന്ന് ഉപ്പുകൊറ്റന്റെ മുഖത്തേക്ക് നോക്കി. യാതൊരു ഭാവഭേദവും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. അതായത് മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെയായിരുന്നു ഉപ്പുകൊറ്റൻ അവിടെ ഇരുന്നത്. മാനിക്കേണ്ടവരെ കണ്ടാൽ ആചാരം പറയാത്ത ഇവൻ ആര്? വഴി മാറടാ. പറയാണ്, എന്നെ ബഹുമാനിക്കേണ്ടതാണ്, ആ ബഹുമാനിക്കേണ്ടവരെ കണ്ടു കഴിഞ്ഞാൽ ബഹുമാനിക്കാത്ത ഇവൻ ആര്? അങ്ങോട്ട് മാറിയിരിക്കുക എന്ന് ആര് പറയുന്നു? ഉപ്പുകൊറ്റനോട് അഗ്നിഹോത്രിയുടെ ഭാര്യാപിതാവ് പറയുകയാണ്. ഉപ്പുകൊറ്റൻ ഒന്നും മിണ്ടിയില്ല, അതേ ഇരിപ്പ് തുടർന്നു. ഇതൊന്നും തന്നെ വകവയ്ക്കാതെ അങ്ങനെ തന്നെ അദ്ദേഹം അവിടെ ഇരിക്കാൻ തുടങ്ങി. വീതിയുള്ള ഈ നടയിൽ 5 ആൾക്ക് കയറി പോകാൻ ഇടമുണ്ട്, പിന്നെന്തിന് ഞാൻ വഴി മാറണം? എല്ലാവരും മനുഷ്യരല്ലേ. നല്ല വീതിയുള്ള ഒരു വഴിയാണ്, 5 പേർക്ക് ഒരേ സമയത്ത് പോകാനായിട്ട് ചിലപ്പോൾ കഴിയും. എന്നിട്ട് ഞാൻ എന്തിനു മാറണം എന്നായിരുന്നു ആര് ചിന്തിച്ചത്? ഉപ്പുകൊറ്റൻ ചിന്തിച്ചത്. എല്ലാവരും മനുഷ്യരല്ലേ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരേ ചോരയല്ലേ? ഉപ്പുകൊറ്റന്റെ ചോദ്യം കേട്ട് അഗ്നിഹോത്രിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ഭാര്യാപിതാവിന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം ഭൃത്യർക്കു നേരെ നോക്കി. ഇത് കേട്ട സമയത്ത് ഭാര്യാപിതാവിന് വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നിയത്. എല്ലാവരും ഒന്നല്ലേ, ഒരു ചോരയല്ലേ എന്നാണ് ആര് ചോദിച്ചത്? ഉപ്പുകൊറ്റൻ ചോദിച്ചത്. ശരിയല്ലേ? എല്ലാവരുടെയും ശരീരത്തിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം ചുവപ്പാണ്. അവിടെ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല. ഹിന്ദുവിന് ഒരു ചോര, ക്രിസ്ത്യൻ ഒരു ചോര, സവർണനും അവർണനും ചോരയുടെ നിറം ഒന്നും തന്നെ മാറില്ല. എല്ലാം ഈശ്വര സൃഷ്ടിയാണെന്നുള്ള വലിയൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ വലിയൊരു ആശയമാണ് ഉപ്പുകൊറ്റൻ അവിടെ ഉന്നയിച്ചത്. അവർ ഓടിച്ചെന്നു. ഒരാൾ പിടിച്ചു. ഉപ്പുകൊറ്റന് അനക്കമില്ല. ഉപ്പുകൊറ്റൻ ഒരിക്കലും അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അഗ്നിഹോത്രിയുടെ ഭാര്യാപിതാവിന് ദേഷ്യം വന്നിട്ട് ഭൃത്യന്മാരെ വിളിച്ചു കൊണ്ടുവന്ന്, ഭൃത്യന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലിക്കാരോട് ഉപ്പുകൊറ്റനെ പിടിച്ചു മാറ്റാനായിട്ട് പറഞ്ഞു. ആദ്യം ഒരു ഭൃത്യൻ വരുന്നു, പിടിച്ചു മാറ്റുന്നു, കഴിയുന്നില്ല. രണ്ടാമത്തെ ആൾ പിടിച്ചു, മൂന്നാമത്തെ ആൾ പിടിച്ചു. 8 പേർ പരിശ്രമിച്ചു. 8 പേർ പരിശ്രമിച്ചിട്ട് പോലും ഉപ്പുകൊറ്റന്റെ ഒരു വിരല് പോലും അനക്കാനായിട്ട് അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അഗ്നിഹോത്രി പുഞ്ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഉപ്പുകൊറ്റന് നേരെ കൈ നീട്ടി. ഉപ്പുകൊറ്റൻ ആ ഒരു കയ്യിൽ പിടിച്ചു. ഒരു പരമ്പരയുടെ 2 കണ്ണികൾ. സഹോദരങ്ങളാണ് ആ 2 പേര്. അത്രയും പേര് പിടിച്ചിട്ട് പോലും പൊങ്ങാതിരുന്ന ഉപ്പുകൊറ്റനെ അഗ്നിഹോത്രി കൈ കൊടുത്തുകൊണ്ട് നിസ്സാരമായി പൊക്കുന്നു. ആ 2 കണ്ണികളുടെ 2 സഹോദരങ്ങളുടെ എല്ലാവരും തുല്യരാണ്. ഒരു അച്ഛൻ്റെയും അമ്മയും എല്ലാം തന്നെ വ്യത്യസ്തരാണെങ്കിലും ആ ഒരു മക്കളിലുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം നമുക്കവിടെ കാണാനായിട്ട് കഴിയണം. അതാണ് ഈ ഒരു പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവരും സഹോദരന്മാരാണെന്നുള്ള ഒരു മഹത്തായ കാഴ്ചപ്പാട്. ഒരു പരമ്പരയുടെ 2 കണ്ണികൾ കൂട്ടിക്കെട്ടിയാൽ എന്ന പോലെ പറഞ്ഞറിയിക്കാനാവാത്ത ഏതോ ഒരു സുഖം ആ സ്പർശത്തിലൂടെ 2 പേരും അനുഭവിച്ചു. ആ രക്തബന്ധത്തിന്റെ ആ ഒരു സൗന്ദര്യം, ആ ഒരു മഹത്തായ സ്പർശം അഗ്നിഹോത്രിയും ഉപ്പുകൊറ്റനും തിരിച്ചറിയുന്നു. ഉപ്പുകൊറ്റൻ ആ കൈ പിടിച്ച് എഴുന്നേറ്റു. ഉപ്പുകൊറ്റന്റെ ചാക്കെടുത്തു കൊടുക്കൂ, അഗ്നിഹോത്രി ഭൃത്യരോട് പറഞ്ഞു. അവർ ചാക്കെടുക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും പൊങ്ങുന്നില്ല. അഗ്നിഹോത്രി അപ്പൊ അവിടെ നിന്ന് ഭൃത്യരോട് പറയുന്നു, വേഗം തന്നെ ഉപ്പുകൊറ്റന്റെ ചാക്കെടുത്തു കൊടുക്കൂ എന്ന്. അത് അവർ വിചാരിച്ചിട്ടും പൊക്കാനായിട്ട് കഴിയുന്നില്ല. ഉപ്പുകൊറ്റൻ പതുക്കെ ചെന്ന് ആ ചാക്കെടുത്ത് തലയിൽ വെച്ചു. അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് തന്റെ ചാക്കുകെട്ടെടുത്ത് തലയിൽ വെച്ചു. അഗ്നിഹോത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കി. 2 പേരുടെയും കണ്ണുകളിൽ എന്തോ ഒരു തിളക്കം. ഉപ്പുകൊറ്റൻ
പടികൾ ഇറങ്ങി നടന്നു. അയാൾ നടക്കുകയാണ്. മല കടന്ന്, കാടുകടന്ന്, കുന്നിറങ്ങി, വയൽ മുറിച്ച്. രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിയിട്ട് ഉപ്പുകൊറ്റൻ പയ്യെ ഇങ്ങനെ നടക്കുകയാണ്. മലയും കുന്നും കാടും വയലും എല്ലാം മുറിച്ചു കടന്നുകൊണ്ട് അയാൾ തന്റെ യാത്ര തുടരുന്നു. പുഴയോരത്തുകൂടി നടക്കുമ്പോൾ അയാളുടെ മനസ്സ് പലവിധ ചിന്തകളാൽ മുഴുകി. ആ സമയത്തെല്ലാം ഇങ്ങനെ പുഴയുടെ ഓരത്തിലൂടെ, പുഴയുടെ സൈഡിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് പല ചിന്തകൾ ഉപ്പുകൊറ്റന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പുഴ പോലെയാണ് തൻ്റെ ജീവിതം. രണ്ടും മുന്നോട്ടൊഴുകുന്നു. ചുഴികളും കയങ്ങളും അടിയൊഴുക്കുകളും. തൻ്റെ ജീവിതം എന്തുപോലെയാണ്? പുഴ പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. രണ്ടും മുന്നോട്ടൊഴുകുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ടൊഴുകുകയാണ്. ഒരുപാട് ചുഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല അപകടങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് വെള്ളത്തില്. കയങ്ങള്, നല്ല ആഴമുള്ള കയം. അടിയൊഴുക്കുകൾ, പലപ്പോഴും മുകളിൽ നല്ല താളത്തിലായിരിക്കും പുഴ ഒഴുകുന്നത്. നല്ല അടിയൊഴുക്കുകൾ ചിലപ്പോൾ ഉണ്ടാവും. പല അപകടങ്ങൾ ജീവിതത്തിൽ പതിയിരിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എന്നുള്ളൊരു സൂചന. ജീവിതവും ഇങ്ങനെ പുഴ പോലെ ഒഴുകിയിരിക്കും. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ കലങ്ങി മറിഞ്ഞൊഴുകാം, മറ്റു ചിലപ്പോൾ അടിയൊഴുക്കുണ്ടാവും, മറ്റു ചിലപ്പോൾ നീർക്കയങ്ങളിൽ നമ്മൾ വീണുപോയേക്കാം, പലപ്പോഴും ചുഴികളിലും നമ്മൾ പെട്ടുപോയേക്കാം. എന്നാലും ജീവിതം മുന്നോട്ട് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അങ്ങനെ പുഴ സമുദ്രത്തിലേക്ക് ഒഴുകിയെടുക്കുന്നു ഉപ്പിൽ ലയിക്കാൻ. അമ്മയുടെ സ്നേഹത്തിന്റെ ഉപ്പറിയാത്ത താൻ ഉപ്പും പേറി നടക്കുന്നു. കൊറ്റിന് ഉപ്പ് വിൽക്കുന്നവൻ ഉപ്പുകൊറ്റൻ. അങ്ങനെ പുഴ സമുദ്രത്തിലേക്ക്. പുഴ എങ്ങോട്ടേക്കാണ് എത്തുന്നത്? ചെറിയ ചെറിയ അരുവികളാണെങ്കിലും പുഴയായി മാറുകയും പുഴ പിന്നീട് സമുദ്രത്തിലേക്ക് മടക്കുകയാണ്. ഉപ്പിലേക്ക് ലയിക്കാൻ എല്ലാവരും അടിസ്ഥാനപരമായിട്ട് എവിടെയാണ്? ഈശ്വരനിലേക്കാണ്, പരമാത്മാവിലേക്കാണ് ലയിക്കുന്നത്. ഉപ്പ് എന്ന് പറഞ്ഞ ഒരു സ്വാദാണ്, അല്ലെ? ആ ഉപ്പ് സ്നേഹമാണത്, സഹോദര ബന്ധമാണത് നമുക്ക് പറയാൻ കഴിയുന്നത്. ഉപ്പില്ലാതെ ഒരു ഭക്ഷണത്തിനും സ്വാദ് ഉണ്ടാവില്ല. അതുപോലെ സ്നേഹവും സഹോദരമായുള്ള ബന്ധമൊന്നുമില്ലെങ്കിൽ ഒരിക്കലും ജീവിതം പൂർണ്ണമാവുകയുമില്ല. അമ്മയുടെ സ്നേഹത്തിന്റെ ഉപ്പറിയാത്ത താൻ ഉപ്പും പേറി നടക്കുന്ന. അമ്മയുടെ സ്നേഹം ഇതുവരെ തിരിച്ചറിയാൻ, അനുഭവിക്കാനായിട്ട് ഉപ്പുകൊറ്റന് കഴിഞ്ഞിട്ടില്ല. കൊറ്റിന് ഉപ്പ് വിൽക്കുന്നവൻ ഉപ്പുകൊറ്റൻ. ആളുകൾക്കെല്ലാം തന്നെ ഉപ്പ് കൊടുക്കുന്നവനായിട്ടുള്ള ഞാൻ, ഉപ്പുകൊറ്റൻ, ഇങ്ങനെ നടക്കുന്നു എന്നർത്ഥം. വരരുചി എന്ന് പറഞ്ഞ പണ്ഡിതനായിട്ടുള്ള വിക്രമാദിത്യ സദസ്സിലെ അംഗമായിട്ടുള്ള വരരുചി ഒരിക്കൽ കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കാട്ടിലൂടെ യാത്ര ചെയ്ത് വല്ലാതെ വിശന്നു വലഞ്ഞ് അദ്ദേഹം ഒരു പറയ കുടുംബത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. ഒരു അച്ഛനും മകളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആദ്യ മാത്രയിൽ തന്നെ ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത അവളുടെ ബുദ്ധി സാമർഥ്യവും കണ്ടിട്ട് വരരുചിക്ക് അവളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. വലിയൊരു കഥയാണത്. ആ കഥ പൂർണ്ണമായിട്ടും പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടെത്തി പഠിക്കുക. അങ്ങനെ വരരുചി ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അച്ഛനും വലിയധികം സന്തോഷമായി. അവരിങ്ങനെ കാടിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ഒരു കുട്ടി ഉണ്ടാവുകയാണ്. നിറവയറോടുകൂടി നടന്ന ആ ഒരു പെൺകുട്ടി, പഞ്ചമി എന്ന് പറഞ്ഞ പറയ പെൺകുട്ടി, അവൾ കാട്ടിൽ വെച്ച് പ്രസവിക്കുന്നു. ആദ്യത്തെ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ വരരുചി ചോദിക്കുന്നു, കുട്ടിക്ക് വായുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വായുള്ളവന് ഈശ്വരൻ ഇര കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് വരാനായിട്ട് അമ്മയോട് അച്ഛൻ പറയുകയാണ്. അങ്ങനെ ആദ്യത്തെ കുട്ടി അവിടെ വളരുന്നു, അഗ്നിഹോത്രി. പിന്നീട് ഓരോ തവണയും പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം തന്നെ പലതവണ പഞ്ചമി പ്രസവിക്കുകയും കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ വായുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഉണ്ട് എന്ന് പറയുമ്പോൾ കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അവസാനം ഒരു കുട്ടിക്ക് ഒരു തവണയെങ്കിലും ഒരു കുഞ്ഞിന് മുലപ്പാലൂട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി തന്റെ ഭർത്താവിനോട് 12ാമത്തെ തവണ ആ ഒരു ഭാര്യ ഒരു കള്ളം പറയുകയാണ്. കുട്ടിക്ക് വായുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരരുചിക്ക് മറുപടിയായിട്ട് പഞ്ചമി ഇല്ല എന്നാണ് മറുപടി കൊടുക്കുന്നത്. ഇല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ വായുണ്ടായിരുന്ന ആ കുട്ടിയുടെ വാ മൂടിപ്പോകുന്നു. അതാണ് വായില്ലാ കുന്നിലപ്പൻ. ഓരോ കുട്ടികളും ഇങ്ങനെ ഓരോ കാടുകളിലാണ് അല്ലെങ്കിൽ പലരാൽ എടുത്താണ് വളർത്തപ്പെട്ടത്. ഒരിക്കലും അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് ഉപ്പുകൊറ്റൻ ഇവിടെ പറയുന്ന ഒരു കാര്യം. ചിന്തയുടെ കനം കാലുകളുടെ വേഗം കുറച്ചു. പല ചിന്തകൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ നടക്കാനായിട്ട് കഴിഞ്ഞില്ല. പതിവില്ലാത്ത വിധം ക്ഷീണം തോന്നുന്നു. പുഴക്കടവിലെ ആൽത്തറയിൽ ഉപ്പുചാക്ക് ഇറക്കി വെച്ചു. കാലും മുഖവും കഴുകി ഒന്നു കിടക്കണം. പതിവില്ലാത്ത വിധം എന്തോ ഒരു ക്ഷീണം അദ്ദേഹത്തിന് തോന്നി. പുഴക്കടവിലെ ആൽത്തറയിൽ ഒരു ഉപ്പുചാക്കെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് കാലും മുഖവും കഴുകിയിട്ട് ഒന്ന് കിടക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഉപ്പുകൊറ്റം വന്നേ ആൽത്തറയ്ക്ക് അപ്പുറത്ത് നിന്ന് കുട്ടിക്കൂട്ടങ്ങളുടെ ആർപ്പുവിളി.
ഉപ്പുകൊറ്റനെ കണ്ട ഉടനെ തന്നെ അവിടെ കുറെ കുട്ടികൾ ഉപ്പുകൊറ്റൻ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ആർപ്പുവിളി നടത്തുന്നുണ്ടായിരുന്നു. എത്ര കാലമായി കണ്ടിട്ട്, എന്താ അത്ര വൈകിയത് ഉപ്പുകൊറ്റ? ഉപ്പുകൊറ്റൻ പുഞ്ചിരിച്ചു. ഇന്ന് എന്താ കൊണ്ടുവന്നത്? അയാൾ സഞ്ചി എടുത്ത് കമിഴ്ത്തി പിടിച്ചു. പുറത്തു ചാടിയ ഉണ്ണിയപ്പങ്ങൾ ആൽത്തറയിലൂടെ ഉരുണ്ടു. കുട്ടികൾ അപ്പം എടുത്ത് അമ്പലപ്പറമ്പിലേക്ക് ഓടി. കുട്ടികൾ എല്ലാവരും തന്നെ ചുറ്റും കൂടിക്കൊണ്ട് എന്താണ് ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് കുറച്ച് ഉണ്ണിയപ്പങ്ങൾ ആൽത്തറയിലൂടെ ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ട് ആ കുട്ടികൾ സന്തോഷത്തോടു കൂടി അമ്പലപ്പറമ്പിലേക്ക് ഓടുകയായിരുന്നു. ഉപ്പുകൊറ്റൻ ആൽത്തറയിൽ നിവർന്നു കിടന്നു. ആലിലകളിലൂടെ ഊർന്നിറങ്ങിയ ഇളംകാറ്റ് കൺപോളകളെ തഴുകി. അവൻ പതിയെ മയങ്ങി. അങ്ങനെ കുട്ടികൾക്ക് ഉണ്ണിയപ്പം കൊടുത്ത് എന്തൊക്കെയോ ചിന്തയിലാണ്ടുകൊണ്ട്, മനസ്സിന് വല്ലാത്തൊരു ഭാരമായതുകൊണ്ട് ആ ആൽത്തറയിൽ കിടന്നുകൊണ്ട് പയ്യെ അദ്ദേഹം മയങ്ങുകയാണ്. അവന്റെ സ്വപ്നത്തിൽ നിലാവിൽ എന്ന പോലെ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. അവനിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഉപ്പുകൊറ്റനൊരു സ്വപ്നം കാണുകയാണ്. ഒരു ബ്രാഹ്മണനും അയാളുടെ പൂർണ്ണ ഗർഭിണിയായ പത്നിയും. ആരാണത്? വരരുചിയും വരരുചിയുടെ ഭാര്യയായിട്ടുള്ള പറയ പെൺകുടി പഞ്ചമിയും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രൂപം ആ മനുഷ്യൻ, ആ ഉപ്പുകൊറ്റൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അവർ ഒരു വഴിയമ്പലത്തിലെത്തി. അവിടം ശൂന്യമായിരുന്നു. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. ചോരക്കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് അവർ നടന്നകലുന്നു. ഐതിഹ്യത്തിൽ നമ്മൾ ആ കഥ പറഞ്ഞതുപോലെ തന്നെ ആ ചോരക്കുഞ്ഞിനെ അവർ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നടന്നകലുകയാണ്. ചന്തയിൽ നിന്നും മടങ്ങുന്ന 2 സ്ത്രീകൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവർ അതിനെയും എടുത്ത് വേഗം നടക്കുന്നു. ഈ ഒച്ച കേട്ടുകൊണ്ട്, കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് 2 സ്ത്രീകൾ വരികയാണ്. അവർ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പയ്യെ നടക്കുന്നു. സ്വപ്നം പൂർണ്ണമാകുന്നതിന് മുമ്പ് കുട്ടികളുടെ ശബ്ദം ഉപ്പുകൊറ്റനെ ഉണർത്തി. അവർ ഉപ്പുകൊറ്റനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ സ്വപ്നം പൂർണ്ണമായിട്ട് കാണാനായിട്ട് ഉപ്പുകൊറ്റന് കഴിയുന്നില്ല. അപ്പോഴേക്കും കൊച്ചുങ്ങളുടെ ശബ്ദം അവിടെ ഉണ്ടായിരുന്നു. അവർ ഉപ്പുകൊറ്റനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഉപ്പുകൊറ്റ, ഒരു പാട്ടുപാടിത്ത. ഉപ്പുകൊറ്റൻ പാട്ടുപാടി തുടങ്ങി. കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഉപ്പുകൊറ്റൻ പാട്ടുപാടുകയാണ്. സ്വപ്നങ്ങളുടെ താളമുള്ള ഒരു പാട്ട്, ജീവിതത്തിന്റെ ഈണമുള്ള ഒരു പാട്ട്. കുട്ടികൾ കൈകൊട്ടി കൂടെ പാടി. പാടിപ്പാടി ഉപ്പുകൊറ്റനും കുട്ടികളും നൃത്തം ചവിട്ടി. ആടിയും പാടിയും തളർന്നപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഉപ്പുകൊറ്റ വിശന്നിട്ട് വയ്യ, തിന്നാൻ സഞ്ചിയിൽ എന്താ ഉള്ളത്? അപ്പോ കുട്ടികൾ ഇങ്ങനെ കുട്ടികളോടൊത്ത് ചേർന്ന് ഉപ്പുകൊറ്റൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ഒരുപാട് സന്തോഷമായി. അവരിങ്ങനെ നൃത്തം ചവിട്ടിക്കൊണ്ട് വലിയ രീതിയിൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിന്നോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്തൊരു തളർച്ച തോന്നിയപ്പോൾ ഉപ്പുകൊറ്റനോട് കഴിക്കാൻ എന്തുണ്ട് സഞ്ചിയിൽ എന്ന് ചോദിക്കുകയാണ്. കുട്ടികൾ സഞ്ചി പരതി. സഞ്ചി മുഴുവൻ അതൊന്ന് തപ്പി നോക്കി. അവർ മുഖാമുഖം നോക്കിയപ്പോൾ ഉപ്പുകൊറ്റൻ പറഞ്ഞു, ഞാനൊരു വിദ്യ കാണിച്ചു തരാം. സഞ്ചിയിൽ ഇങ്ങനെ പരതിയപ്പോ ഒന്നുമില്ല. അപ്പോ കുട്ടികൾ ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയ സമയത്ത് ഉപ്പുകൊറ്റൻ കുട്ടികളോടായിട്ട് പറഞ്ഞു, ഞാനൊരു വിദ്യ കാണിച്ചു തരാം. കുട്ടികളുടെ മുഖത്ത് വല്ലാത്തൊരു ആകാംക്ഷ, വല്ലാത്തൊരു ക്യൂരിയോസിറ്റി, ഒരു സംശയം. ഉപ്പുകൊറ്റൻ ചാക്കിൽ നിന്ന് ഉപ്പ് വാരി മുകളിലേക്ക് എറിഞ്ഞു. വേഗം ഉപ്പുകൊറ്റൻ ഒരിത്തിരി ഉപ്പ് എടുത്തുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് വാരി എറിയുകയാണ്. ഉപ്പിൻ തരികൾ അപ്പക്കഷ്ണങ്ങളായി താഴോട്ട് പൊഴിഞ്ഞു. കുട്ടികൾ മിഴിച്ചു നിന്നുപോയി. എന്താണ് സംഭവിച്ചത്? കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉപ്പുകൊറ്റൻ ഉപ്പെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞപ്പോൾ അത് അപ്പമായിട്ട് താഴേക്ക് വീഴുകയാണ്. കുട്ടികൾ അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. ഇതെങ്ങനെ സാധിച്ചു ഉപ്പുകൊറ്റ? അവർ ചോദിച്ചു. ഇതാണ് കൈയടക്കം, കൈകളുടെ അടക്കം, മനസ്സിന്റെ അടക്കം. പരിശീലിച്ചാൽ നിങ്ങൾക്കും സാധിക്കും. ഇത് വേറൊന്നുമല്ല, മായാജാലമൊന്നുമല്ല. ഇത് കൈയടക്കം മാത്രമാണ്. ഇത് നല്ല രീതിയിൽ അഭ്യസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കഴിയുമെന്നാ പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം നല്ല രീതിയിൽ അഭ്യസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. അപ്പോഴാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വളരാനായിട്ട് ശ്രമിക്കുന്നത്. നിത്യാഭ്യാസി ആനയെ ചുമക്കും എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ അഭ്യാസമുള്ളവൻ ആനയെ എടുത്ത് ചുമക്കുമെന്നല്ല അതിനർത്ഥം. മറിച്ച് എന്താണ്, നമ്മളൊരു കാര്യം നല്ല രീതിയിൽ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് വന്നാൽ, അതിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഹൃദിസ്ഥമാകും എന്നാണ് അർത്ഥം വരുന്നത്. ആകാശം ചുവന്നിരിക്കുന്നു. സൂര്യൻ പുഴയ്ക്കപ്പുറത്തെ ചക്രവാളത്തിൽ താഴാൻ തുടങ്ങിയിരിക്കുന്നു. പുഴയിലും വഴിയിലും വയലിലും നാട്ടുവെളിച്ചം പരക്കുന്നു. അങ്ങനെ സൂര്യൻ പുഴയ്ക്കപ്പുറത്തെ ചക്രവാളത്തിൽ താഴാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യെ സൂര്യൻ അസ്തമിക്കാനായിട്ട് തുടങ്ങുന്നു. പുഴയിലും വഴിയിലും അതുപോലെ തന്നെ വയലിലും എല്ലാം ഒരു ചെറിയ വെളിച്ചം പരക്കുന്നു. നേരം സന്ധ്യയാകാറായി. കുട്ടികൾ പോയിക്കോളൂ, നാളെ ഇവിടെ കാണുമോ?
നാളെ ഒരു കഥ പറഞ്ഞു തരണം. കുട്ടികൾ ഉപ്പുകൊറ്റനെ നോക്കി കൈവീശി ചിരിച്ചു. അവർ ഓടിയകന്നു. സന്ധ്യയായപ്പോൾ കുട്ടികളോടെല്ലാം തന്നെ പൊക്കോളാനായിട്ട് ഉപ്പുകൊറ്റൻ പറയുകയാണ്. നാളെ ഇവിടെ കാണുമോ, ഞങ്ങൾക്കൊരു കഥയൊക്കെ പറഞ്ഞു തരുമോ എന്നെല്ലാം തന്നെ കുട്ടികൾ ഉപ്പുകൊറ്റനോട് ചോദിക്കുന്നു. അതിനുശേഷം കൈവീശി കാണിച്ചുകൊണ്ട് ഉപ്പുകൊറ്റന് യാത്ര പറഞ്ഞുകൊണ്ട് കുട്ടികൾ പോവുകയാണ്. ഉപ്പുകൊറ്റൻ ആൽത്തറയിലേക്ക് ചാഞ്ഞു. മുഖത്തെ ചിരി മാഞ്ഞു. അതുവരെ അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. കുട്ടികളെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു ചിരി മായുകയുണ്ടായിരുന്നു. മനസ്സിൽ നേരത്തെ മൂടിക്കിടന്ന പല ചിന്തകളും ഉയർന്നു പൊങ്ങി വന്നു. തനിക്ക് നാറാണത്തിന്റെ ചിരിയും പാക്കനാരുടെ ശബ്ദവും ഉണ്ടെന്നല്ലേ അഗ്നിഹോത്രി പറഞ്ഞത്? എന്താണ് അദ്ദേഹം ചിന്തിച്ചത്? എനിക്ക് നാറാണത്ത് ഭ്രാന്തന്റെ ആ ഒരു മുഖവും ചിരിയും അതുപോലെ പാക്കനാരുടെ ശബ്ദവും ഉണ്ടെന്നല്ലേ അഗ്നിഹോത്രി പറഞ്ഞത്? അഗ്നിഹോത്രിക്കാണെങ്കിൽ പാക്കനാരുടെ മുഖഛായയും നാറാണത്തിന്റെ ശബ്ദവും, രണ്ടുപേർക്കും ഏകദേശം ഒരേ രൂപവും ഒരേ ശബ്ദവും എങ്ങനെ വന്നു? എന്താണ് അതിന്റെ പൊരുൾ, എന്താണ് അതിന്റെ അർത്ഥം എന്ന് അദ്ദേഹം ആലോചിക്കുകയായിരുന്നു. നേരത്തെ കണ്ട സ്വപ്നം മനസ്സിൽ വീണ്ടും എത്തി. ബ്രാഹ്മണൻ, ഗർഭിണിയായ ഭാര്യ, വഴിയമ്പലം, ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ്. ചിന്തകളെ മുഴുവനാക്കാൻ അനുവദിക്കാതെ പുഴ കടന്നെത്തിയ ഒരു കുളിർ കാറ്റ് ഉപ്പുകൊറ്റനെ തഴുകി. അയാൾ നിദ്രയിലേക്ക് വഴുതി. പല ചിന്തകൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. വീണ്ടും അദ്ദേഹം സ്വപ്നത്തിലേക്ക് വഴുതി വീഴുന്നു. ആ ബ്രാഹ്മണനും ഗർഭിണിയായിട്ടുള്ള ഭാര്യയും വഴിയമ്പലവും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്നു. പക്ഷേ അതൊന്നും തന്നെ പൂർത്തിയാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള നിദ്രയിലേക്ക് മാറുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗങ്ങളാണ് പാക്കനാരും നാറാണത്ത് ഭ്രാന്തനും അഗ്നിഹോത്രിയും ഉപ്പുകൊറ്റനും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. എന്നിരുന്നാൽ തന്നെയും പല അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടാണ് അവർ വളരുന്നത്. എല്ലാവരെയും തന്നെ പ്രസവിച്ചത് ആ പറയ പെൺകുടിയാണ്. എല്ലാവരും തുല്യരാണെന്നുള്ള മഹത്തായ ഒരു സങ്കല്പമാണ് അവിടെ പങ്കുവെക്കുന്നത്. നമുക്കിനി ഈ ഒരു പാഠഭാഗത്തിന്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് കടന്നാലോ? ചോദ്യം ഇതാണ്: കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ആരുടെ? ഉപ്പുകൊറ്റന്റെ. അദ്ദേഹത്തിന്റെ സ്വഭാവം എത്തരത്തിലുള്ളതാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രം അല്ലേ? നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. പറയിപെറ്റ പന്തിരുകുലത്തെ പറ്റി അറിയുക. ആ 12 പേരുടെയും വളരെ രസകരമായിട്ടുള്ള കഥകളുണ്ട്. അഗ്നിഹോത്രിയുടെയും പാക്കനാരുടെയും നാറാണത്ത് ഭ്രാന്തന്റെയും പെരുന്തച്ഛന്റെയും എല്ലാം തന്നെ കഥകള്. ഇതൊക്കെ ഒന്ന് പഠിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പൊ ഉപ്പുകൊറ്റന്റെ കഥാപാത്രം, ആരെയും കൂസാത്ത ഒരു സ്വഭാവമായിരുന്നു ഉപ്പുകൊറ്റന്റേത്. മേലാളന്മാര് തന്റെ ഇടത്തോടെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉപ്പുകൊറ്റനുണ്ടായിരുന്നു. ഉപ്പുകൊറ്റൻ എന്ന് പറഞ്ഞാൽ ജാതിയിൽ താഴെയുള്ള ഒരാളാണ്. സാധാരണ ഉപ്പുപെറുക്കി ജീവിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മേലാളന്മാരോട് ആ വലിയ രീതിയിലുള്ള ബഹുമാനമൊന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല. എല്ലാവരും തുല്യരാണ്. അങ്ങനെ മേലാളൻ എന്നോ കീഴാളൻ എന്നുള്ള ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു ഉപ്പുകൊറ്റൻ. വലിപ്പ ചെറുപ്പങ്ങളിൽ ഒരു വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. മാനിക്കേണ്ടവരെ മാത്രം മാനിക്കുക, ആചാരം പറയുക എന്നീ വ്യവസ്ഥിതികളിൽ ഉപ്പുകൊറ്റൻ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ എല്ലാവരെയും മാനിക്കേണ്ട കാര്യമോ അതുപോലെ വലിയ വ്യവസ്ഥകളിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനക്കാരനായിരുന്നു ഉപ്പുകൊറ്റൻ. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും ഒരേ ചോരയല്ലേ എന്നായിരുന്നു അദ്ദേഹം അഗ്നിഹോത്രിയുടെ ഭാര്യാപിതാവിനോട് ചോദിക്കുന്നത്. എല്ലാവരും തുല്യരാണ്, എല്ലാവരുടെയും ശരീരത്തിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം ചുവപ്പാണ്, എല്ലാവരും ഈശ്വരന്റെ മക്കളാണെന്നുള്ള ഒരു ധാരണയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സമത്വ ചിന്തയും തത്വചിന്താ പ്രബോധനവുമാണ് ഇവിടെ വ്യക്തമാകുന്നത്. സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതുപോലെ ഹൈലി ഫിലോസഫിക്കലായിട്ട് തത്വചിന്ത പ്രബോധനമാണ് അദ്ദേഹം അവിടെ ഉണർത്തിയത്. ജീവിതത്തിന്റെ പരമമായ സത്യങ്ങളെ പറ്റി വ്യക്തമായുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സത്യം എന്തായാലും അത് ധൈര്യത്തോടു കൂടി പറയുക എന്നതും ഉപ്പുകൊറ്റന്റെ ഒരു പ്രതീകമായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും സത്യമാണെങ്കിൽ ആരുടെ മുന്നിൽ ഒരു മടിയുമില്ലാതെ തുറന്നു പറയുക എന്നുള്ളൊരു പ്രകൃതക്കാരനായിരുന്നു ഉപ്പുകൊറ്റൻ. അദ്ദേഹത്തിന് കുട്ടികളോടാകട്ടെ വലിയ സ്നേഹമായിരുന്നു. അവർക്ക് വേണ്ടി പല മായാജാലങ്ങൾ അദ്ദേഹം കാണിക്കുമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ താളമുള്ള പാട്ടുകളും അദ്ദേഹം പാടുമായിരുന്നു. കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഉപ്പുകൊറ്റൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ടും മഹത്വമുള്ള ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഉപ്പുകൊറ്റന്റെ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയാം. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പഴയ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്കും കടന്നു വരുന്നുണ്ട്. താൻ ആരാണെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ പലപ്പോഴും അലട്ടിക്കൊണ്ടുമിരുന്നിരുന്നു. എല്ലാവരും തുല്യരാണ്, സമത്വം എന്നുള്ള ഒരു ആശയമാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനം എന്നുള്ള വലിയ കാഴ്ചപ്പാടാണ് ഉപ്പുകൊറ്റനിലൂടെ ഇവിടെ ആവിഷ്കൃതമാകുന്നത്.
പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അതിന്റെ പൊരുൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു, അതുപോലെ കഥാപാത്രങ്ങളെ പറ്റി ഒരു ധാരണയായെന്നൊക്കെ മനസ്സിലാക്കിയാണ്. എക്സാം പോയിന്റിന്റെ ഗൈഡിൽ ഈ ഒരു പാഠഭാഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എല്ലാം തന്നെ ലഭ്യമാണ്. അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.